തലസ്ഥാന ജില്ലയുടെ നെറുകയിൽ അഭിമാന സ്തംഭമായി വെള്ളത്താമര വിരിയുന്നു. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ താമരയുടെ രൂപത്തിൽ പണിതീരുന്ന പർണശാല പതിവ് എഞ്ചിനീയറിംഗ് സങ്കേതങ്ങളെ വിസ്മയിപ്പിക്കുന്നു. പേര് പർണശാല എന്നാണെങ്കിലും രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിളിലാണ് താമരയുടെ നിർമ്മാണം. 91 അടി ഉയരം, 84 അടി ചുറ്റളവ്. വിരിഞ്ഞ താമരയുടെ മാതൃകയിൽ മുകളിലേക്ക് 41 അടി ഉയരത്തിൽ 12 ഇതളുകളും താഴേക്ക് 31 അടി ഉയരത്തിൽ 9 ഇതളുകളും. താമര താങ്ങി നിർത്താൻ 21 സ്തൂപങ്ങൾ. ഈ താമരയ്ക്കുള്ളിൽ 20 മുറികളുണ്ട്. ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വെള്ള മാർബിൾ പർണശാലയാണിത്. കരുണാകര ഗുരു 1969 സ്ഥാപിച്ച പർണശാലയാണ് ഇപ്പോൾ ലോകത്തിന്റെ അഭിമാന സ്തംഭമാകാൻ പോകുന്നത്. പ്രവേശന കവാടം അലങ്കരിക്കാനുള്ള ഗജവീരന്മാരും തയ്യാറായി കഴിഞ്ഞു. 7 അടിയും 4 അടിയും ഉയരമുള്ള ഈ ആനകൾ ഈട്ടിയിൽ തീർത്തതാണ്. ഭക്തരുടെ കാണിക്ക സ്വീകരിക്കാൻ കാണിക്ക വഞ്ചി തന്നെ തയ്യാറായി കഴിഞ്ഞു. പൂന്തോട്ടവും കൊടിമരവും പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും മനോഹരമായ പർണശാല തലസ്ഥാനത്തിന് സ്വന്തമാകും. ഇത്രയും വലിയൊരു സംരംഭം കാണാൻ ശിഷ്യന്മാരുടെ ആഗ്രഹം, അത് ഇത്രയും വലിയ രീതിയിൽ ചെയ്യണമെന്ന് തന്നെയാണ് ഗുരുവിന്റെ ആഗ്രഹം ശിഷ്യന്മാർ സാക്ഷാത്കരിക്കുന്നു. വിദേശ നിർമ്മിതമായ അത്യാധുനിക LED സംവിധാനം രാത്രികാലങ്ങളിൽ താമരയ്ക്ക് മിഴിവേകും. 2001 തറക്കല്ലിട്ട പർണശാല അടുത്ത വർഷം പൂർത്തിയാകും. രാജീവ് അഞ്ചലും പ്രശസ്ത ക്യാമറമാൻ S കുമാറുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.